RSS സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസ് ടീമാണ് പരിശോധനയ്ക്കെത്തിയത്. ജന്തർ മന്ദറിലെ പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലാൻ ഇടുമെന്നായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ വിവാദ പരാമർശം. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും അറസ്റ്റ് തീരുമാനിക്കുന്നത് ആഭ്യന്തരമന്ത്രിയല്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിതാ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോഴും റെയ്ഡ് തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ സൈബർ പോലീസ് ടി.ജി. മോഹൻദാസിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ടി.ജി. മോഹൻദാസ് ആ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആജ്ഞ, പോലീസ് ഇപ്പോഴും അവിടെ തുടരുകയാണോ? എന്താണ് ഇപ്പോൾ അവിടുത്തെ നിലവിലെ സാഹചര്യം? അനുശ്രീ, തിരുവനന്തപുരത്തു നിന്നുള്ള സൈബർ വിംഗ് പോലീസാണ് മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികൾ, സമരം ചെയ്ത വിദ്യാർത്ഥികളെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് നടക്കുന്നത്. നേരത്തെ തന്നെ ഇത് വിഷയത്തിൽ കേസ് എടുത്തിരുന്നതായി രാവിലെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണ്. എന്തായാലും കേസെടുക്കാൻ വൈകുന്നത് എന്താണ് തുടങ്ങിയ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങളും അത്തരം വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സർക്കാർ ഈ വിഷയത്തിലെങ്കിലും. അടിയന്തരമായി കേസെടുക്കാൻ ിലേക്ക് തന്നെ കേസ് സർക്കാർ കടന്നു എന്നാണ്. തുടർ നടപടികളെ പറ്റിയുള്ള വ്യക്തത വന്നിട്ടില്ല. എന്തായാലും മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. രേഖകൾ അടക്കമുള്ള പരിശോധനയാണ് സൈബർ പോലീസ് പരിശോധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോണും കമ്പ്യൂട്ടറും അടക്കം പരിശോധന നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലാണ് പരിശോധന നടത്തുന്നത്. സൈബർ പോലീസിന്റെ തിരുവനന്തപുരത്തു നിന്നുള്ള സൈബർ പോലീസ് വിംഗ് ആണ് നിലവിൽ പരിശോധന നടക്കുന്നത്. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടാണ് മോഹൻദാസിനെതിരെ അത്തരം അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് വലിയ പ്രതിഷേധവും വിമർശനവുമായിരുന്നു. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും സാമൂഹിക ചർച്ചകൾക്കും ഇടവെച്ച പ്രതികരണമായിരുന്നു ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് സ്ത്രീകളെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം കടന്നിരുന്നതാണ്. എന്തായാലും അതിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറുപടി നൽകിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികരണത്തിൽ മതപരമായിട്ടുള്ളതായിക്കോട്ടെ, അല്ലാതെ വർഗീയപരമായിട്ടുള്ളതായിക്കോട്ടെ, അതല്ലെങ്കിൽ ജെൻഡർ പരമായിട്ടുള്ളതായിക്കോട്ടെ, ഏത് തരത്തിലായാലും വിദ്വേഷ പരാമർശങ്ങളെ അതിൻ്റെതായ ഇന്റൻസിറ്റിയോട് കൂടി തന്നെയാണ്, തീവ്രതയോടുകൂടി തന്നെയാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി വരുന്നത്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഡെപ്യൂട്ടി സ്പീക്കർ അടക്കം പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ളവർ ഈ പ്രതിഷേധം അറിയിച്ചു. ടി.ജി. മോഹൻദാസിനെതിരെ കേസെടുക്കാൻ വൈകുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കേസ് എടുത്തു, അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും പോലീസ് ഇപ്പോഴും അവിടെ പരിശോധന തുടരുകയാണ് അദ്ദേഹത്തിന്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലാണ്. ശ്രീ ആജ്ഞ, അതുപോലെ തന്നെ ഈ വിവാദ പരാമർശത്തിൽ എന്തുകൊണ്ട് അറസ്റ്റ് ഇങ്ങനെ നീളുന്നു, അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന തരത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്തായാലും സമരക്കാരെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള തരത്തിലുള്ള പരാമർശമാണ്, അത്യധികം ഗുരുതരമായ പരാമർശം തന്നെയാണ് ടി.ജി. മോഹൻദാസ് നമുക്കറിയാം ജന്തർ മന്ദറിലെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അതായത് താനാണെങ്കിൽ 3 തവണ കർഫ്യൂ പ്രഖ്യാപിക്കും, തുടർന്ന് അവിടെ വെടിവെക്കും, ആളുകൾ ചിതറിയോടും, കുറെ പേര് മരിക്കും, ശവങ്ങൾ കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും തുടങ്ങിയ തരത്തിലുള്ള പരാമർശമായിരുന്നു ഈ ടി.ജി. മോഹൻദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വലിയ ഗുരുതരമായ പരാമർശമാണ്. ഇത്തരത്തിൽ ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ന്യായീകരിക്കുന്ന തരത്തിൽ, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള തരത്തിലേക്ക് അതിനെ വലിച്ചിഴയ്ക്കുന്നു. അതല്ലെങ്കിൽ അങ്ങേയറ്റം വലിയ വിദ്വേഷ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസെടുക്കാനുള്ള നടപടികൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാം ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ ഭരണപക്ഷത്തുള്ള ആളായിട്ട് കൂടി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ്. എന്തായാലും ഇപ്പോൾ അതിന്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ഇന്ന് രാവിലെ കൂടി അദ്ദേഹം ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. അറസ്റ്റ് നടപടികൾ പോലീസ് തീരുമാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മേൽ ചുമത്തുന്ന വകുപ്പുകൾ അനുസരിച്ചായിരിക്കും. എന്തായാലും ഏതൊക്കെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഗുരുതരമായ ഏതെങ്കിലും രേഖകളോ സൈബർ തരത്തിൽ, അതായത് ഫോണിലോ അതല്ലെങ്കിൽ മറ്റു കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എന്തെങ്കിലും അത്തരത്തിലുള്ള രേഖകളോ അല്ലെങ്കിൽ അത്തരം ഈ
കുറ്റകരമായിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ കണ്ടെത്തിയാൽ പോലീസ് ആ ഒരു നീക്കം കൂടി ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള സൈബർ പോലീസാണ് ഇപ്പോൾ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ മോഹൻദാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നതെന്ന് ആണ് ലഭിക്കുന്ന വിവരം. ഇപ്പോഴും പോലീസ് അവിടെ പരിശോധന നടത്തുകയാണ്. എന്തായാലും വിദ്വേഷ പരാമർശത്തിൽ അത് ആരായാലും ടി.ജി. മോഹൻദാസ് ആയാലും മറ്റാരായാലും ഇത്തരത്തിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടോ വ്യക്തിപരമായിട്ടോ അത്തരത്തിൽ ഒരു സമൂഹത്തെ മുഴുവൻ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഒരു ഗ്രൂപ്പിനെ മുഴുവൻ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഒരു സമരത്തെയാണ്, അതായത് ഡൽഹിയിലെ സമരം കടുക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെയാണ് അത്തരത്തിലൊരു വലിയ പരാമർശം, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള പരാമർശം വരെ അദ്ദേഹം നടത്തിയിരുന്നു. അത്തരമുള്ള പരാമർശത്തിന് മറുപടിയായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലെന്നാണ് അല്പം വൈകിയിരുന്നു എന്നുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും വിവിധ ഇടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ അതുമായിട്ട് കേസെടുക്കൽ നടപടിയും മറ്റു തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ്. സൈദ്ധാന്തികൻ ടി.ജി. മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം സൈബർ പോലീസ് ടീമാണ് പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. പോലീസ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. അജ്ഞ രവീന്ദ്രനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.